പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന കാണുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവേശുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഞങ്ങൾ വീണ്ടും ചില ഗാനങ്ങൾ കൂടെ, ഞാൻ എഴുതിയ ഇണം നൽകിയ ചില ഗാനങ്ങൾ കൂടെ നിങ്ങളുമായിട്ട് പാടുവാനായിട്ട് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. എന്നോടൊപ്പം വീണ്ടും കർത്താവിൽ അഭിഷക്തനായ പാസ്റ്റർ ജിസൺ ആൻ്റണി, അതുപോലെ ഡെനിലോ ഡെനിസ്, അതുപോലെ സോബൻ, എൻ്റെ മകൾ ഐറീൻ സൂസൻ, ഞങ്ങൾ ഒരുമിച്ച് ഒന്ന് രണ്ട് പാട്ടുകൾ കൂടെ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തും. ആ പാട്ടുകൾ എഴുതുവാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടുവാനും ഈ സമയം ഞങ്ങൾ വിനിയോഗിക്കും. പ്രാർത്ഥനയോടെ ഞങ്ങളെ ശ്രമിച്ചാലും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സാവു പാസ്റ്ററെ, ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നൊരു പാട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ, യേശൂരിൻ്റെ ദൈവത്തെ പോൽ, അതൊരു യൂണിക് വേർഡാണ്. ഇതുവരെ ആരൊരു പാട്ടിലും അങ്ങനെ യേശൂരിൻ്റെ ദൈവത്തെ, യേശൂർ എന്ന വാക്ക് ഉപയോഗിച്ച് അങ്ങനെ ഒരു പാട്ട് ഇതുവരെ വന്നിട്ടില്ല. എന്താണത് ആ പാട്ട് എഴുതാനുള്ളൊരു പ്രചോദനം? ആ പദം തന്നെയാണ് എന്നെ ആ പാട്ടിലേക്ക് തന്നെ നയിച്ചത്. ഓക്കെ. നമ്മുടെ സഭയിൽ ഒരിക്കൽ ഒരു പ്രാർത്ഥന വിഷയത്തിന് വേണ്ടി ഒരു വ്യക്തി എഴുന്നേറ്റ് മധ്യസ്ഥ പ്രാർത്ഥന പോലെ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ഉരുവിട്ട പദമാണ് യേശൂരിൻ്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. ഇത് ചിലപ്പോൾ ഒരു വർഷം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ടാകാം, കേട്ടിട്ടില്ലയോ എന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. പക്ഷേ അന്നത് കേട്ടപ്പോൾ കൊളുത്തിട്ട് എൻ്റെ ഹൃദയത്തെ പിടിച്ചു വലിച്ചതുപോലെയുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്കുണ്ടായത്. ഈ പദം യേശൂരുവിൻ്റെ ദൈവം, ഒരു വ്യത്യസ്തമായ യുണീക്കായിട്ടുള്ള പദം. അപ്പം ഞാൻ വളരെ ആ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ വീട്ടിൽ വന്ന് ഞാൻ ബൈബിൾ പരതി നോക്കി തപ്പിപ്പിടിച്ച് ആ വാക്യം കണ്ടെത്തി. യേശൂരിൻ്റെ ദൈവം, ആവർത്തനങ്ങളുടെ പുസ്തകം 33-ാം അധ്യായം, ഡ്യൂട്രോണമി 33:26 അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഞാൻ വായിച്ചു എന്താണ് യേശൂരുവിൻ്റെ. പിന്നെ ഞാൻ അതിൻ്റെ അർത്ഥം തിരക്കിപ്പോയി. യേശൂരുൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്നത് അപ്രൈറ്റ് വൺ, നേരോടെ നിൽക്കുന്നവൻ. ഇസ്രായേൽ മക്കളുടെ ഓമന പേരാണ് യേശൂരൂൻ എന്നുള്ള പദം. അപ്പോൾ ഞാൻ ആ പദം എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ പദം ഉരുവിട്ട്, ആ വാക്യങ്ങൾ തന്നെ ഉരുവിട്ടുകൊണ്ട്, വെറുതെ പാട്ടെഴുതാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ പോയിട്ട് പോലുമില്ല. ഞാൻ ആ പദം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ദൈവം എൻ്റെ ദൈവമാണ്, എന്നെ സഹായിപ്പാൻ, എൻ്റെ ആവശ്യങ്ങളിൽ മേഘാരൂഢനായി തൻ്റെ മഹിമയോടെ ദൈവം എഴുന്നള്ളുന്നൊരു ദൈവത്തെയാണ് ഞാനും ആരാധിക്കുന്നത്, സേവിക്കുന്നത് എന്നുള്ള ആ ഒരു ധൈര്യത്തോടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, നേരത്തെ പറഞ്ഞ് ഇത്രയും സ്നേഹിച്ചാൽ പാട്ട് എന്ന പാട്ട് എഴുതിയതുപോലെ തന്നെ അറിയാതെ തന്നെ ചില വരികൾ എൻ്റെ നാവിൽ വരികയും അതിൻ്റെ ഈണം ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം തരികയും ചെയ്തു. അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് അപ്പം തന്നെ എഴുതിയ പാട്ടാണ് ഈ പാട്ട്. ഓക്കെ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ എന്ന് പാടി തുടങ്ങി ദൈവസ്നേഹം അനുഭവിച്ചപ്പോൾ ദൈവം ആരാണെന്ന് ആഴമായി അറിയുവാൻ ദൈവം സഹായിച്ചു എന്ന് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഞാൻ ഈ പാട്ട് പാടുമ്പോഴൊക്കെ ഈ യേശൂർ എന്ന വാക്ക് ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാരൊക്കെ ഈ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെയൊക്കെ, ഞാനിപ്പോൾ പാസ്റ്റർ പറഞ്ഞപ്പോഴാണ് ഞാനത് ചിന്തിച്ചത്. അപ്പം ഞാനപ്പോൾ ഇടക്ക് ഞാൻ ഇങ്ങനെ പാടും, ഇസ്രായേലിൻ ദൈവത്തെ, അങ്ങനെ പാടുന്നോട് തെറ്റുണ്ടോ? തെറ്റില്ല, പക്ഷെ ഇതിന്റെ പവർ കിട്ടത്തില്ല. അത് ആ പദത്തിന്റെ ആ ഒരു യുണീക്ക്നെസ് ആണ്. ചില പദങ്ങൾ യുണീക്കാണ്, അതിന് തുല്യം പറയാൻ, അതിന് റീപ്ലേസ് ചെയ്യാൻ. വാക്കിന്റെ മീനിങ് എന്താ? അത് ഞാൻ നേരത്തെ പറഞ്ഞു, അപ്രൈറ്റ് വൺ, നേരോടെ നിൽക്കുന്നവൻ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ നേരോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നവനാണ്. അവന്റെ പാപങ്ങൾ പോക്കി അവൻ ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച് നീതീകരിക്കപ്പെട്ട ദൈവ പൈതലാണ്. അപ്പോൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ നേരോടെ നിൽക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നത് പോലെ തന്നെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, ശുദ്ധീകരണം പ്രാപിച്ച വിശുദ്ധർ അതേ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അപ്പോൾ ഇസ്രായേലിന്റെ ഓമനപ്പേര് ഇപ്പോൾ എനിക്കും കൂടെ, നമുക്ക് എല്ലാവർക്കും കൃപയാൽ ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് പാടി ദൈവത്തെ ഒന്ന് ആരാധിക്കാം. തീർച്ചയായും ഇതുപോലൊരു ഭാഗ്യം വേറെ ഇല്ല. ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം. യേശൂരിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. യേശൂരിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യം അന്ത്യം. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യം
രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. അവൻ ആൽഫാ ഒമേഗ, അവനാദ്യം അന്ത്യം. അവൻ ആൽഫാ ഒമേഗ, അവനാദ്യം അന്ത്യം. മാറയെ മാധുര്യമാക്കാൻ കഴിവുള്ള പാറയെ പിളർന്നു ദാഹം പോകും. മാറയെ മാധുര്യമാക്കാൻ കഴിവുള്ള പാറയെ പിളർന്നു ദാഹം പോകും. ചിന്താകുലങ്ങളില്ലാതെ ചന്തമായെന്നും നടത്തും. ചിന്താകുലങ്ങളില്ലാതെ ചന്തമായെന്നും നടത്തും. അവൻ ആൽഫാ ഒമേഗ, അവനാദ്യം അന്ത്യം. യേശു ആൽഫാ ഒമേഗ, അവനാദ്യം അന്ത്യം. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരുടനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരുടനായി വരും. അവൻ ആൽഫാ ഒമേഗ, അവനാദ്യം അന്ത്യം. യേശു ആൽഫാ ഒമേഗ, അവനാദ്യം അന്ത്യം. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവും. തുറന്നിടുമേ തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. താമ്രകതകുകൾ തകർത്തിടുമേ, ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. എരിഹോ മതിലും യോർദാനും ഓരോന്നായി വഴി മാറ്റിടുമേ. താമ്രകതകുകൾ തകർത്തിടുമേ, ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. എരിഹോ മതിലും യോർദാനും ഓരോന്നായി വഴി മാറ്റിടുമേ.
യേശു ഒരു വാക്കു പറഞ്ഞ ആർക്കും എതിർപ്പാനാവുകില്ല. യേശു വിടുതൽ അയച്ചാൽ ആർക്കും തടയാനാവേ. യേശു ഒരു വാക്കു പറഞ്ഞ ആർക്കും എതിർപ്പാനാവുകില്ല. യേശു വിടുതൽ അയച്ചാൽ ആർക്കും തടയാൻ. അതുകൊണ്ട് ചേർന്ന് പറഞ്ഞേ, തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ വിശ്വാസത്തോടെ എനിക്കായി വാതിൽ, ഒരു പ്രവചനാത്മാവിൽ അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിയിൻ വാതിൽ. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ നോക്കി പ്രവചനാത്മാവിൽ വിശ്വാസത്തോടെ ഇന്ന് നിങ്ങൾ കൽപ്പിക്കുക, ശത്രു അടച്ച വാതിലുകൾ, ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ, അവൻ അടച്ചാൽ ആർക്കും തുറപ്പാൻ കഴിയാത്ത, അവൻ തുറന്നാൽ ആർക്കും അടപ്പാൻ കഴിയാത്ത നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രു അടച്ച വാതിലുകൾ യേശു തുറക്കുകയാണ്. അവൻ ആദ്യനും അന്തിനും ആൽഫയും ഒമേഗയും നിന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന യേശുവിന്റെ ദൈവത്തെ പോൽ മറ്റൊരു ദൈവമില്ല. ആ ദൈവത്തെ ആരാധിപ്പാൻ, ആ ദൈവത്തെ നമ്മുടെ ദൈവമെന്ന് വിളിപ്പാൻ തക്കവണ്ണം നമ്മളെ കർത്താവ് സഹായിച്ചു. അവന്റെ കൃപയ്ക്കായിട്ട് ഇന്ന് ഇത് കേൾക്കുന്ന നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയുള്ളവരായി നമ്മുടെ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. അവൻ ആൽഫ ഒമേഗ, അവനാദ്യം അന്ത്യം. ചേർന്ന് പാടാം. അവൻ ആൽഫ ഒമേഗ, അവനാദ്യം അന്ത്യം. ആ ബോധ്യമുള്ളവർ ഈ വാക്കുകൂടി ഇങ്ങോട്ട് പാടാമോ? തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ, തുറന്നിടുമേ Jesus, we declare അടച്ചിടുമേ വാതിൽ, for all അടച്ചിടുമേ those who are listening us വൈരി right now in Jesus' name, command the doors to be open. തുറന്നിടുമേ യേശുവിന്റെ നാമത്തിൽ ശത്രു കൊട്ടിയടച്ച വാതിലുകൾ എനിക്കായി വാതിൽ, ശുശ്രൂഷയുടെ തുറന്നിടുമേ ബന്ധത്തിൽ, കുടുംബജീവിതത്തിൽ അടയപ്പെട്ട വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. അടച്ചിടുമേ. അവൻ ആൽഫ ഒമേഗ, അവനാദ്യം Thank you, Jesus. അന്ത്യം. Thank you, Lord. യേശു ആൽഫ Thank you, Jesus. ഒമേഗ, അവനാദ്യം